ഇത് നമുക്ക് ഇടുക്കിക്കാണ് കൊണ്ടുപോകണത്. ഇത് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയതാണ്. ഇടുക്കി ഭാഗത്തേക്ക്. ഈ നഴ്സറിയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് ഒരു കസ്റ്റമർക്ക് വീട് സെറ്റിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. നമ്മൾ കാണുന്നത് നിറയെ ഫ്ലവറും കായും വന്നിട്ടുള്ള നല്ല മരങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത്. മാങ്ങോട് കൂടി നമ്മൾ 800 രൂപക്ക് കൊടുക്കൂട്ടോ. ഡ്രമ്മില് കാഴ്ചിരിക്കുന്ന ചക്കന്റെ നല്ലൊരു പ്ലാന്റ് കാണുന്നത്. എന്റെ പേര് ബഷീർ, മുണ്ടേങ്ങര കാർഷിക നഴ്സറി, എടവണ്ണ, മലപ്പുറം ജില്ല. എല്ലാ പ്ലാന്റുകളും ഉണ്ട്. നമുക്ക് വലിയ വലിയ J33 ഉണ്ട്. ഇതാണെങ്കിൽ E35 ആണ്. റംബുട്ടാന് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. അപ്പുറമൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ വലിയ ഇതാണ്. J33 ഒക്കെ ഒരാളായിട്ടില് റെഡി ആയിട്ടൊക്കെ ഉണ്ട്. വിയറ്റ്നാമില്ല നമ്മടുത്ത്? വിയറ്റ്നാം ഇഷ്ടമാതിരി ഉണ്ട്. അതൊക്കെ അങ്ങേ സൈഡിലാണ്. ഇന്നിപ്പോൾ അത് കുളമ്പാണ് ചെറുത്. നാംടോക്കുമായി ആണ് വിയറ്റ്നാം ഹോം ഗ്രൗണ്ട് തൈകളാണ്. വേണ്ടപ്പോൾ നാംടോക്ക് മാങ്ങ പിടിക്കണുണ്ടോ? മാങ്ങ വന്നിട്ടുള്ളത് ചെറിയ തൈ തന്നെയാണ്. അതിൽ തന്നെ മാങ്ങയാണുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലുതുണ്ടായിന്. അത് 15,000 റുപ്യക്ക് നമ്മള് തൃശ്ശൂർക്കാണ് കയറ്റിയത്. ഇതൊക്കെ ഏതേനോ? ഇത് അധികം നാംടോക്ക് തന്നെയാണ്. പിന്നെ വലുതൊക്കെ കോട്ടർകോണ്. മാങ്ങോട് കൂടി നമ്മൾ 800 രൂപക്ക് ഇത് കൊടുക്കൂട്ടോ. 800 രൂപ വരുന്ന ആൾക്കാർക്കാ കിട്ടണ. ഫസ്റ്റ് കിട്ടും. അപ്പൊ ഇതുണ്ട്, കൊറേ ഉണ്ട്. പക്ഷെ നമ്മള് കായില്ലത് ഒന്നേ ആൾക്കാരങ്ങനെ കൊണ്ടുപോകും. അപ്പൊ 800 രൂപ നമുക്ക് കൊടുക്കാതെ ഈ കായും പൂവുള്ളത്. നമ്മളെപ്പോഴും കാട്ടണാണ്. എന്നാലും ഒരിക്കലും കൂടി കാട്ടാണ്. വലിയ മാവിന്റെ പ്ലാന്റുകൾ ഉണ്ട്. നാംടോക്ക്, കുളമ്പ്, കാട്ടിമൂണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാലാപ്പാടി, വലിയ തൈകളുണ്ട്. ഇഷ്ടമായ പ്ലാന്റുകൾ. നാംടോക്കൊക്കെ പൂത്ത തന്നെ ഉണ്ട്. കായ് ആയതുണ്ട്. വേണ്ടല്ലോ നാംടോക്ക് ഒക്കെ പൂവും കായ് ആയാലും അടിക്കുന്നത് ഇഷ്ടമാതിരി പ്ലാന്റുകളുണ്ട്. അതിനപ്പുറമൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്കാണെങ്കിൽ കാലാപ്പാടിയാണ് ഫുള്ള്. ഒക്കെ പൂവിട്ടതും ഒക്കെയാണ്. കാലാപ്പാടിന്റെ ചെറിയ തൈകള് ഇതാണ്. ചെറിയ തൈകള്. പിന്നെ ഇതിന്റെ വലുതുണ്ടോ? വലുതല്ലേ? അടുത്തരം വലുത് ഒക്കെ ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. ഇതൊക്കെ നാംടോക്ക് ഇഷ്ടമാതിരി പൂവിട്ടതും നല്ല തൈകളുണ്ട്. ഇതൊക്കെ നാംടോക്ക് പെട്ടല്ലേ? നാംടോക്ക്. തൽക്കാലാണെങ്കിൽ കാലാപ്പാടി ഉണ്ട്. അങ്ങോട്ട് കൂടുതൽ കാലാപ്പാടി ഉണ്ട്. കാലാപ്പാടിയാണ് ഈ കാണുന്നത്. ഹോം ഗ്രൗണ്ട് തൈയാണ്. ഓട്ടർകോണോ ഹോം ഗ്രൗണ്ട് പൂ വന്നിട്ടുള്ള നല്ല തൈകളാണ്. അടിപൊളി തൈകൾ. നാംടോക്ക് ഫുള്ള് പൂവാണ്. ഉണ്ടല്ലോ നാംടോക്ക് പൂവ് നല്ല അടിപൊളി വലിയ തൈ തന്നെയാണ്. പൂ വന്നിട്ടുള്ള കുളമ്പ് മാവ് ഇവിടെ കായ്ച്ചുണ്ട്. 2 വാങ്ങിയുള്ളൂ. കുളമ്പ് വലിയ തൈയാണ്. പക്ഷെ 2 മാങ്ങ ആയിട്ടുള്ളൂ. ഡ്രമ്മില് കാഴ്ചിരിക്കുന്ന ചക്കന്റെ നല്ലൊരു പ്ലാന്റ് കാണുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള. ഇത് ഏതാ പക്ഷേ വിയറ്റ്നാം സൂപ്പർ ലെയറിലാണ് ഈ കാണിക്കുന്നത്. കണ്ടോ അവിടെയൊക്കെ അടിയിൽ കാഴ്ച നിൽക്കുന്ന ഒരു നല്ലൊരു ചക്കന്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ബനാന മാംഗോ. അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഉള്ള സൂപ്പർ തൈ തന്നെയാണ്. ബുഷായിട്ടുള്ള തൈ തന്നെയാണ്. ബനാന മാംഗോന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ ഉണ്ടോ? എല്ലാ ഐറ്റവും ഇഷ്ടംപോലെ ഉണ്ട്. ഇതിപ്പോ നമ്മള് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇത് അരീക്കോട് കീശേരിക്കുള്ളതാണ് കൊണ്ടുപോകാനുള്ളതാണ്. ഇത് കാട്ടിമൂട് കായുള്ളത്. 30 മാങ്ങ പറിച്ച് തിന്നതാണ്. കാട്ടിമൂൺ. എന്താ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ? അടിപൊളിയാ? നല്ല ടേസ്റ്റ്. നിറയെ കാഴ്ച നിൽക്കുന്നില്ല കാട്ടിമൂൺ. അവിടെ ഫ്ലവറും വന്നിട്ടുണ്ട്. കൊണ്ടുപോലാണ് ആൾക്കാര്. ട്രമ്മിൽ തന്നെ അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട്. മൂവാണ്ടന്റെ നല്ല തൈകളുണ്ട് കേട്ടോ.
ഇത് മൂവാണ്ടനാണ്. എല്ലാ തൈകളും അടിപൊളി തയ്യനല്ലേ, സൂപ്പർ. നല്ല മേലക്കൊക്കെ നല്ല ബുഷായിട്ടുള്ള, അടിഭാഗം നോക്കുകയാണെങ്കിൽ എന്റെ സ്റ്റെമ്പൊക്കെ അടിപൊളി, കടവണ്ണൊക്കെ സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു തയ്യനാണ്. ഇത് മൽഗോവ കണ്യാങ്ങി ആല തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്, ചെറിയ മാങ്ങ ആയിട്ട് വരുന്നുണ്ട്. ഇത് നല്ല ഒരു പ്ലാന്റ് തന്നെയാണ്. അടിവണ്ണൊക്കെ നല്ല ഉഷാറായിട്ടുള്ള തന്നെ. ഇത് കുളമ്പാണ് പൂത്തത്. കുളമ്പ് പൂത്തത്, കുളമ്പിന്റെ വലിയൊരു മരമാണ് കാണുന്നത്. ഇതാണ് തായ്ക്കിങ് ഞാവല്, ഫുള്ള് ഫ്ലവറാട്ടോ. അവിടെ വലിയ കായ് കഴിക്കാറും നല്ല മധുരം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറിച്ച് കഴിച്ചതാണ്. നല്ല മധുരമുള്ള സാധനമാണ്. ഇതിപ്പോ ഫ്ലവർ വരില്ലേ? ഫ്ലവറാണ്, ഫുള്ള് ഫ്ലവറാ. അതിലൊക്കെ ഫ്ലവർ ഉണ്ട്. അവിടെ ഉണ്ട് കേട്ടോ. ഇതിന് ചെറിയ തൈ ഉണ്ടോ അവിടെ? ഉണ്ടല്ലേ. ഇതേത് മാവ്? നാംഡോക്ക് ഒക്കെ കണ്ടോ, ബുഷായിട്ടുള്ള അടിപൊളി നാംഡോക്കിന്റെ മരമാണിത്. നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് വിളിക്കുക, ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും വലിയ വില ഒന്നും ഇല്ല ഇവിടെ. വില പറയാത്തത് വേറൊരു കാരണം കൊണ്ടിട്ടാണ്. അത് കാരണം ആരും ഒന്നും തോന്നരുത്. അത്യാവശ്യം നല്ല പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വില അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കസ്റ്റമർ വിളിക്കുമ്പോൾ വന്നിട്ട് ആരും മടങ്ങി പോകില്ല. ഓക്കെ, അപ്പൊ അത്രയും ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട് നമ്മൾ ബഷീർക്ക. അത്രയും നല്ലൊരു ഫാം തന്നെയാണ് ഇത്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ്. ഫ്ലവർ വന്നിട്ട് ഇത് ഏതാ ഫ്ലവർ വന്നിട്ടുള്ള മരം? കോട്ടർകോണിന്റെ അടിപൊളി ഒരു മരം കണ്ട, ഡ്രമ്മിൽ തന്നെ ചട്ടിയിൽ വെച്ചിട്ടുള്ള സൂപ്പർ സാധനങ്ങൾ തന്നെയാണ് അതൊക്കെ. ഇതിപ്പോ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇത് നമുക്ക് ഇടുക്കിക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഓർഡർ കിട്ടിയതാണ്. ഇടുക്കി ഭാഗത്തേക്ക്. ഒരു 5-6 ആൾക്കാരുണ്ടായിട്ട് പോലും പൊക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ സൈസായിട്ടത്. നിറയെ ഫ്ലവർ കണ്ടോ, നിറയെ പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞിമാങ്ങളൊക്കെ ഉണ്ട് ഇതില്. എന്തായാലും വലിയൊരു അധ്വാനം തന്നെയാണ്. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ സാധനം. ഇതാ ഇതും അവിടേക്കുള്ള കേട്ടോ. എന്താ മരം, മൊത്തത്തിൽ ഫ്ലവർ വന്നിട്ടുള്ള മരം. ഇപ്പോൾ ഇടുക്കിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല ഫ്ലവർ വന്നിട്ടുള്ള, നിറയെ ഫ്ലവർ വന്നിട്ടുള്ള നല്ലൊരു മരം. ഇതിൻ്റെ കടവണ്ണൊക്കെ ഉണ്ടോ. എന്തായാലും ഇത് ഈ കാണുന്നതൊക്കെ അവിടെയൊക്കെ ഓർഡറിലാണ്. ജംബോ പ്ലാന്റുകളൊക്കെ എല്ലാത്തിലും പൂവ്, നിറയെ പൂവ് വന്നിട്ടുള്ള അടിപൊളി തയ്യാട്ടം. ഒരു ലോഡും കൊണ്ടാണ് ഇടുക്കിയിലേക്ക് പോണത്. ഇത് ഒരു സ്ഥലത്തേക്കുള്ള ഓർഡർ ആട്ടോ, അതായത് ഒരു വീട്ടിലേക്കുള്ള ഓർഡറാണ്. ഇനിയും കയറ്റാനുണ്ട്. വലിയ വലിയ മാവ്, പൂവിട്ടിട്ടുള്ള വലിയ വലിയ മാവുകളാണ് ഇപ്പോൾ കൊണ്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മാവുകളുണ്ട്. ഇതൊരു പുതിയ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ ഓർഡർ കൊടുത്താണ്. അത് പ്രകാരമാണ് ഇതിപ്പോൾ ഇടുക്കിയിലേക്ക് പോണത്. ഇനിയും കയറ്റാനുണ്ട് ഒരുപാട് സാധനങ്ങൾ. ഹോം ഗ്രൗണ്ട് നല്ല അടിപൊളി തൈകളാണ് കാണുന്നത്. വിയറ്റ്നാമാണ്. നല്ല എന്താ പറയുക, ഹെൽത്തി തൈകൾ തന്നെയാണ്. ഇങ്ങനത്തെ ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ വിയറ്റ്നാം അല്ലേ? വിയറ്റ്നാം. ഒരാളായിട്ടുള്ള തൈകളാണ്. 6 അടി കായലൊക്കെ ആൾക്കാർ അങ്ങനെ കൊണ്ടുപോകും. ഇതിപ്പോ ഇനിയിപ്പോ ഇത്ര താമസമില്ലല്ലോ കായ വരാൻ അല്ലേ? വർഷം കൊണ്ട് നല്ല പ്രായമുള്ള തൈ തന്നെയാണല്ലോ. ഈ കാണുന്നൊക്കെ വിയറ്റ്നാം തന്നെ. ഇത് ഹോം ഗ്രൗണ്ടാണ്. തൈയാണ്. ഇത് മൽഗോവയാണ് പൂത്തത്. മൽഗോവ പൂത്തിക്കണൊക്കെ മൽഗോവ.
നല്ല പൂത്ത് നിൽക്കുന്ന മരുഭോവന്റെ മാമരങ്ങളാണ് ഈ കാണുന്നത്. മിൽക്ക് ഫ്രൂട്ട് പോവില്ലത്. മിൽക്ക് ഫ്രൂട്ട് പൂ തന്നെയാണ്. ഈ മിൽക്ക് ഫ്രൂട്ടിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്. നല്ല തൈ തന്നെ കേട്ടോ, അടിപൊളി. ഇതിന്റെ ചെറിയ തൈകളൊക്കെ എടുത്തില്ലേ? ഉണ്ടല്ലോ. മരമുന്തിരിയാണ് കാണുന്നത്. ഇത് ഏതാ മരമുന്തിരി? റെഡ് ഹൈബ്രിഡിന്റെ മരമുന്തിരിയാണ് കാണുന്നത്. അത് കായ വന്നിട്ട് വലിയ കായൊക്കെ പറിച്ച് കഴിഞ്ഞതാ. കായ ഉണ്ടായിരുന്നു. കാണുന്ന ആൾക്കാർ എടുത്ത് തിന്നുണ്ടാവും. എന്തായാലും നല്ല ചട്ടി തന്നെ, അത്യാവശ്യം നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത്. നല്ല ബുഷായിട്ടുള്ള കായ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് വെങ്കനാപ്പള്ളി. ഇത് ഫ്ലവർ തന്നെ ഒരു ഭംഗിയുണ്ട് കാണാൻ. വേറൊരു സ്റ്റൈലിലാണ് ഫ്ലവർ കാണുന്നത്. അത്യാവശ്യം എല്ലായിടത്തും ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ലൊരു മരം തന്നെയാണ്. വലിയ ചട്ടിയിൽ അത്യാവശ്യം നല്ല കടവന്നുള്ള പ്ലാന്റ്. ഇത് ഏതാ? അതന്നെ ഇത് വേറെ. ഇത് നമ്മളെ സ്വന്തമായിട്ട്, അത് ആർക്കും കൊടുക്കൂല. ഇവിടെ നിലത്താണ് കിടക്കുന്നത്. ഇതിവിടെ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. കായ വന്നിട്ടല്ലേ, കൊലകൊലായിട്ട് കായ വന്നിട്ടുണ്ട്. ഫ്ലവറും ഉണ്ട്. ഇത് തെച്ചല്ലേ? അതെ, തെച്ച്. ഉണ്ടത്തെച്ച്. ഇതാണെങ്കിൽ വലിയ തെച്ചാണ്. പൂവായിക്കൊണ്ടിരിക്കണുള്ളൂ. നല്ല ബുഷ് തൈകളാ. ഇവിടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ചട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് ചട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ചട്ടി ഇൻഡോർ പ്ലാന്റിലൊക്കെ ഉണ്ട്. അല്ല, ഔട്ടാക്കാലൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? ഇത് ചെറുത് 40 രൂപ മുതലുണ്ട്. പല റേറ്റിലെല്ലാം ഉണ്ട്. പല റേറ്റിലുള്ള ചട്ടികളുണ്ട്. ഇവിടുത്തെ വളമുണ്ടോ? വളമുണ്ട്. വളമുണ്ട്, ചട്ടികളുണ്ട്. ഇവിടെ ഉണ്ടോ വളങ്ങളാണ് ഇരിക്കുന്നതൊക്കെ? ഇതൊക്കെ ഏത് വളങ്ങളാ? ജൈവവളങ്ങളല്ലേ? ജൈവവളം. വളമുണ്ട്, ചാണകപ്പൊടി ഉണ്ട്, വേപ്പുണ്ണാക്കുണ്ട്, എല്ലുപൊടി ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസുകളാണ്, ജൈവവളമാണ്. വളങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമ്മളെ കടലാസ് ചെടി ഉണ്ടല്ലേ ഫ്രണ്ടില്? കടലാസ് ചെടികളൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇല്ലേ? ഇഷ്ടംമാതിരി ഉണ്ട്.